മാർപ്പാപ്പയുടെ മരണപത്രം വത്തിക്കാൻ പുറത്തുവിട്ടു. അന്ത്യവിശ്രമം ഒരുക്കേണ്ടത് റോമിലെ സെന്റ് മേരി മേജർ ബസലിക്കയിലായിരിക്കണമെന്നാണ് മാർപ്പാപ്പ മരണപത്രത്തിൽ പറയുന്നത്. ശവകുടീരത്തിൽ പ്രത്യേക അലങ്കാരങ്ങൾ പാടില്ലെന്നും ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയാൽ മതിയെന്നും മരണപത്രത്തിൽ പറയുന്നു. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെയായിരിക്കും? ജീവിതത്തിൽ ലാളിത്യം നിറഞ്ഞു നിന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ മരണശേഷവും അത് വേണമെന്നൊരാഗ്രഹമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണപത്രമാണ് വത്തിക്കാൻ പുറത്തുവിട്ടത്. അന്ത്യവിശ്രമം ഒരുക്കേണ്ടത് റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലായിരിക്കണമെന്നാണ് ഈ മരണപത്രത്തിൽ പറയുന്നത്. സാധാരണയായി ഇത് മുൻഗാമികളായ മാർപ്പാപ്പമാരെല്ലാം തന്നെ അവരുടെ എല്ലാം തന്നെ ഭൗതിക ശരീരം അത് അടക്കിയിരിക്കുന്നത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി മേജർ ബസിലിക്കയിലായിരിക്കണമെന്നാണ് സെൻറ്റ് മേരി മേജർ ബസിലിക്കയിലായിരിക്കണമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം ആ മരണപത്രത്തിൽ പറയുന്നത്. കൂടാതെ ഈ ശവകുടീരത്തിൽ പ്രത്യേക അലങ്കാരങ്ങളൊന്നും പാടില്ല. കൂടാതെ ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയാൽ മതി എന്ന് വളരെ ലാളിത്യത്തോടെ വേണം എന്നൊരാഗ്രഹമാണ് അദ്ദേഹം ഈ മരണപത്രത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നൊരു കാര്യം. അതിനിടെ അദ്ദേഹത്തിൻ്റെ മരണകാരണം വ്യക്തമാക്കി ഒരു വാർത്താക്കുറിപ്പും വത്തിക്കാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഹൃദയസ്തംഭനവും പക്ഷാഘാതവുമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് വത്തിക്കാൻ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ന് അദ്ദേഹത്തിൻ്റെ അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകളടക്കം പൊതുദർശനം അടക്കം തീരുമാനിക്കുന്നതിന് വേണ്ടി ഒരു കർദിനാൾമാരുടെ ഒരു യോഗം ഇന്ന് ചേരും. ആ യോഗത്തിന് ശേഷം ഇതിന് സമയക്രമം അടക്കമുള്ള കാര്യങ്ങൾ, സംസ്കാര ശുശ്രൂഷ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയൊരു ഒഴുക്ക് കഴിഞ്ഞ ദിവസം മുതലേ സെൻറ്റ് മേരീസ് ചർച്ചിലേക്ക് ഉണ്ടായിരുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. രാത്രി ശുശ്രൂഷകളെല്ലാം തന്നെ, പ്രാർത്ഥനകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ചേരുന്ന കർദിനാൾമാരുടെ ആ യോഗത്തിന് ശേഷമാകും ഈ സമയക്രമം, അതോടൊപ്പം തന്നെ മറ്റ് തീരുമാനങ്ങളെല്ലാം തന്നെ ഉണ്ടാകും എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്താ ശരി ഉണ്ണികൃഷ്ണൻ. മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ഇന്ത്യയിൽ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇന്നും നാളെയും സംസ്കാരം നടക്കുന്ന ദിവസമാണ് ദുഃഖാചരണം. ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. 3 ദിവസവും ഔദ്യോഗിക പരിപാടികൾ ഉണ്ടാകില്ല. അതേസമയം മാർപ്പാപ്പയുടെ വിയോഗത്തിൽ പോപ്പിന്റെ ജന്മനാടായ അർജന്റീനയിലും ഒരാഴ്ചത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ബ്രസീലിലും 7 ദിവസത്തെ ദുഃഖാചരണം നടത്തും. സ്പെയിനിൽ 3 ദിവസത്തെ ദുഃഖാചരണവും. ഫ്രാൻസിലെ പ്രശസ്തമായ ഈഫൽ ടവറിന്റെ ലൈറ്റുകൾ കെടുത്തി സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് നിത്യശാന്തി നേരുന്നുവെന്നും ദൈവം അദ്ദേഹത്തെ സ്നേഹിച്ച എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നും ട്രംപ് നേരത്തെ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. ഐറിഷ് വംശജനായ അമേരിക്കൻ കർദിനാൾ കെവിൻ ഫാരൽ കമർലങ്കോവായി ചുമതലയേറ്റു. പുതിയ പാപ്പ ചുമതലയേൽക്കും വരെ വത്തിക്കാന്റെ ചുമതല വഹിക്കുക കമർലങ്കോ പദവിയിലുള്ള കെവിൻ ഫാരൽ ആയിരിക്കും. പോപ്പിന്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും അദ്ദേഹത്തിന്റെ സ്വകാര്യ അറകൾ മുദ്രവെക്കുകയും ചെയ്തു. പുതിയ പോപ്പിന്റെ തെരഞ്ഞെടുപ്പ് വരെയുള്ള ചുമതലകൾ കമർലങ്കോയാണ് നിർവഹിക്കുക.